ബ്യൂട്ടിമാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ആലത്തൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തോടെ രൂപകൽപ്പന ചെയ്ത ഷോറൂമിൽ ഒട്ടേറെ വിവാഹ പാർട്ടികൾക്ക് ഒരുമിച്ച് പർച്ചേസ് നടത്താനാകും. ഓരോ ആഭരണത്തിനും വിശദമായ പ്രൈസ് ടാഗ്, കിഡ്സ് പ്ലേ ഏരിയ, കുരുന്നുകളുടെ ആഭരണങ്ങൾക്കായി പ്രത്യേക സെഷൻ തുടങ്ങി ഒട്ടനവധി പ്രത്യേകതകളോടെയാണ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 3 മാസത്തെ സവിശേഷ പർച്ചേസ് ആനുകൂല്യങ്ങളും സർപ്രൈസ് ഗിഫ്റ്റുകളുമുണ്ട്. പാലശ്ശേരി ഹൈദ്രോസ് മുസ്ലിയാർ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പണിക്കൂലിയില്ലാതെ സ്വർണം വാങ്ങുന്നതിനും വിവാഹ പാർട്ടികൾക്കായി അഡ്വാൻസ് പർച്ചേസ് പ്ലാനുകളും ലഭ്യമാണെന്ന് ചെയർമാൻ ഇബ്രാഹിം അറിയിച്ചു. ആലത്തൂർ ബ്യൂട്ടിമാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ന് റീഓപ്പൺ ചെയ്യാൻ വലിയൊരു ഷോപ്പാണ് ആലത്തൂരിന് വേണ്ടിയിട്ട് ഞങ്ങൾ സംവിധാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ കസ്റ്റമേഴ്സ് നൽകിയിട്ടുള്ള വലിയൊരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ഷോപ്പ് വിപുലീകരിക്കാൻ പ്രചോദനമായിട്ടുള്ളത്. ഇന്ന് ഈ ഒരു ഷോപ്പിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മോഡലുകൾ ഇവിടെ കൊടുന്ന് പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വലിയൊരു ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ടുള്ള കളക്ഷൻസുകൾ, കൂടുതൽ സർവീസുകൾ, കൂടുതലായിട്ടുള്ള മോഡൽസുകൾ ഇതെല്ലാം കസ്റ്റമേഴ്സിനൂടെ ലഭ്യമാണ്. വിവാഹ പാർട്ടികൾക്ക് തികച്ചും ഇവിടെ വളരെ വിശാലമായിട്ടുള്ള കളക്ഷൻസ് ഒരുക്കിയതിനാൽ അവർക്ക് തന്നെ അവർ ഉദ്ദേശിക്കുന്ന മോഡൽസ് ഈ ഷോപ്പിൽ അവൈലബിൾ ആണ്. മാത്രവുമല്ല ഈ ഒരു ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. തുടർന്നും അവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. കസ്റ്റമേഴ്സിൻ്റെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ ഒരു ഷോപ്പ് ഇവിടെ വിപുലീകരിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. തുടർന്നും ഞങ്ങളിൽ നിന്ന് ഒരുപാട് സർവീസുകൾ കസ്റ്റമേഴ്സിന് നൽകാൻ തയ്യാറാണെന്നുള്ളത് ഞങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു ഓൾ ഓഫ് യു. കോ ചെയർമാൻ മജീദ്, അസോസിയേറ്റ് ഡയറക്ടർ യൂസഫ്, ഷോറൂം ഡയറക്ടർ ജോബി ജെ പയ്യലൂർ, ഷോറൂം മാനേജർ വിശാഖ് എന്നിവർ പങ്കെടുത്തു. ഹരിതകർമ്മസേനാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി, വാർഡ് മെമ്പർ നജീബ്, ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ ആദരിക്കൽ ചടങ്ങിന്റെ ഭാഗമായി. UTV ന്യൂസ്, പാലക്കാട്.